ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സോണിയുടെ LED എഡ്ജ് LED TV ആയിട്ടാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ കംപ്ലൈൻ്റ് ഒന്ന് കാണാം. ഇത് എഡ്ജ് LED TV ആണ്, സാധാരണ LED അല്ല, എഡ്ജ് LED TV എന്ന് പറയാം. അതെന്താണെന്നുള്ള വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, പകുതിയിൽ നിന്ന് താഴത്തോട്ട് ഡാർക്കാണ്, മേലെന്ന് ഒരു പകുതിയിൽ നിന്ന് മേലോട്ട് കറക്റ്റ് പിക്ചറുമാണ്. അപ്പോൾ ഇതിവിടെ സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ LED ലൈറ്റുകൾ അതായത് പകുതിയിൽ നിന്ന് താഴത്തോട്ട് വർക്ക് ചെയ്യാത്തതാണ്, എന്നാൽ മേലത്തെ വർക്കിംഗ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും പോർഷൻ അവിടെ പിക്ചർ കാണുന്നത്. അപ്പോൾ ഇതെന്താണ് പ്രശ്നം, എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ഇതിനെന്താണ് സൊല്യൂഷൻ എന്നുള്ള ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാം. അതുപോലെ ഇതിന് ഏകദേശം എത്ര രൂപ ചിലവാകുന്നു വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് തന്നെ കാണാം. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു ടിവിയുടെ പ്രശ്നം എന്ന് പറയുന്നത് അതിനകത്തുള്ള LED ലൈറ്റ് പോയതാണ്. അതായത് മൊത്തം പോയിട്ടില്ല, ഒരു പാർഷ്യലായിട്ട് കുറച്ച് ഏരിയ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിലെ LEDകൾ വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു ഇത് എഡ്ജ് LED TV ആണ്. അപ്പോൾ എന്താണ് എഡ്ജ് LED TV എന്നുള്ള മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും അതറിയാത്തവർക്ക് ഒരിക്കൽ കൂടി പറയാം. 2-3 ടൈപ്പ് LED സിസ്റ്റങ്ങളുണ്ട്. മുമ്പ് വന്നിരുന്ന LCD TVകൾക്ക് അതിനകത്ത് ഉപയോഗിക്കുന്ന LED ലൈറ്റ് കൊടുക്കാൻ സോഴ്സായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് LCD ട്യൂബുകളാണ്, അതായത് ലിക്വിഡ് ക്രിസ്റ്റൽ ട്യൂബുകളാണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ അത് LED വന്നപ്പോൾ LED ലൈറ്റായി. അതിൽ തന്നെ 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡയറക്റ്റ് LED സ്വിച്ച്, അതായത് നമ്മൾ ടിവിയുടെ ബോഡി കുറച്ച് ബൾക്കി ആയിരിക്കും, ബാക്കിൽ ഡിസ്പ്ലേയുടെ നേരെ ബാക്കിൽ വെച്ചിട്ട് അത് ലൈറ്റ് സോഴ്സായിട്ട് ഉപയോഗിച്ചിട്ട് പിക്ചർ കാണുന്ന രീതി. പിന്നെ ഒരെണ്ണം വരുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എഡ്ജ് LED, അതായത് ഒരു LED സ്ട്രിപ്പ് സൈഡിൽ ഒട്ടിച്ച് വെച്ചിട്ട് ഒരു അക്രിലിക് ഷീറ്റിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് ഡിസ്പ്ലേക്ക് ലൈറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഈ ഒരു മോഡൽ TVയിൽ വരുന്നത്. അതുകൊണ്ടാണ് അതിനെ എഡ്ജ് LED TV, അത് എഡ്ജിൽ ഒട്ടിക്കുന്നതുകൊണ്ടാണ് അതിനെ എഡ്ജ് LED TV എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടിവിക്ക് പ്രത്യേകത എന്താ വെച്ചാൽ നോർമൽ LEDനേക്കാളും കുറച്ചുകൂടെയൊക്കെ കളറും അതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പിക്ചറിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താൻ ഈ മോഡൽ ഇങ്ങനത്തെ ടിവികൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും ഇത്തരത്തിലുള്ള ടിവികൾ. സാംസങ് LGക്കൊക്കെ ഇതുപോലത്തെ ടിവികളുണ്ട്. സാംസങ്ങിൻ്റെ മോഡൽസിലൊക്കെ നമ്മൾ ഇതുപോലെ LED മാറുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം, നമ്മുടെ ചാനലുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു TV വാങ്ങിച്ചിട്ട് ഏകദേശം 8 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ 8 വർഷം ആയതിനു ശേഷമാണ് ആദ്യത്തെ കംപ്ലൈൻ്റ് ആണിത്. അപ്പോൾ ഇത് LED അത്ര നാൾ വർക്ക് ചെയ്തിട്ട് പോകുന്നതാണ്, അല്ലാതെ ഇതിൻ്റെ ഒരു നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ട് പോകുന്നതല്ല, ഇതിൻ്റെ തന്നെ ലൈഫ് തീർന്നിട്ട് പോയതാണ്. അപ്പോൾ ഈ ഒരു TV നമ്മൾ അഴിച്ച സമയത്ത് ഇതിനകത്ത് നന്നായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. കാരണം അത്രയും വർഷത്തെ ആ ഒരു ഡസ്റ്റും അതുപോലെ കുറേ പ്രാണികളൊക്കെ അതിനകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വർക്കൊക്കെ കഴിഞ്ഞ ശേഷം അതൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്, അതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ ചെയ്യുന്നത് അതിൻ്റെ ഈ മദർ ബോർഡ് ഇരിക്കുന്ന ആ ഒരു മെറ്റലിൻ്റെ ഒരു പോർഷൻ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റുകയാണ്. കാരണം സോണിക്ക് ഈ ഒരു മോഡലിൽ നമ്മൾ ആ ഒരു മദർ ബോർഡിൻ്റെ ആ ഒരു പ്ലേറ്റ് ഇരിക്കുന്നത് മേലെയും താഴെ ചെറിയ ലോക്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ആ സ്പീക്കറും അതിൻ്റെ ആ സെൻസർ അതുപോലെ കീപ്പാഡിലോട്ടുള്ള ആ ഒരു സ്ട്രിപ്പുകളൊക്കെ വളരെ കെയർഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട്. കാരണം ഇതിൽ ഈ സെൻസറിക്കും അതുപോലെ സ്വിച്ചിലേക്കും വരുന്നത് സ്ട്രിപ്പുകളാണ്, വയറുകളല്ല. അപ്പോൾ അത് വളരെ അത് ശ്രദ്ധിച്ച് തന്നെ അത് ഓരോ കാര്യങ്ങളും എടുത്ത് മാറ്റുന്നുണ്ട്. കാരണം ആ സ്ട്രിപ്പ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്കത് ജോയിൻ ചെയ്യാനൊന്നും പറ്റില്ല. വയറാണെങ്കിൽ നമുക്ക് പറ്റും, പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ഇത് ഓരോന്ന് റിമൂവ് ചെയ്തെടുക്കുന്നത്. സാധാരണ ഒരു LED TV അഴിക്കുന്നതിനേക്കാൾ കുറച്ചധികം ശ്രദ്ധ ഈ ഇത്തരത്തിലുള്ള TVകൾ അഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേ പൊട്ടാനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ട്രിപ്പുകളൊക്കെ ഡാമേജ് ആകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ IR സെൻസറിക്കുള്ള ഒരു സ്ട്രിപ്പ് ഡിസ്കണക്ട് ചെയ്യാണ്. കാരണം അത് ഡിസ്കണക്ട് ചെയ്താലേ നമുക്ക് ഈ ഒരു ഫ്രെയിം നമുക്ക് ഈ TVയുടെ ആ ലോഗോ ഒക്കെ ഉള്ള ഒരു ഫ്രെയിം നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇത്തരത്തിൽ ട്യൂസർ വെച്ച് ആ ലോക്ക് റിമൂവ് ചെയ്തതിന് ശേഷം സ്ട്രിപ്പ് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയതിന് ശേഷമാണ് ആ ഫ്രെയിം നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിന് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോ സ്റ്റെപ്പും വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ TV ആണെന്ന് വിചാരിച്ചാൽ നമുക്ക് എളുപ്പം ചെയ്യാമെന്നുള്ളതല്ല. അപ്പോൾ ഓരോ TVക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള TVകളൊക്കെ സ്വന്തമായിട്ട് ഇത്തരത്തിൽ റിപ്പയർ ചെയ്യുന്നവരാണ്, അവരോട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ എടുത്ത് പറയുന്നത്. കാരണം ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണാം, കഴിക്കുമ്പോൾ മനസ്സിലാവാത്തരത്തോളം അത് അതിനകത്ത് വളരെ നീറ്റായിട്ട് വെച്ചിട്ടുള്ളതെന്ന്. നമ്മൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പിൻ്റെ സ്ക്രീനുകളും ഇതേപോലെ സിമിലറാണ്, അതായത് എഡ്ജ് LED തന്നെയാണ് അതിനകത്തും വരുന്നത്. അതായത് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന ടൈപ്പാണ് അതിനകത്ത് വരുന്നത്. അത് ഇതിൻ്റെ കുറച്ചുകൂടി ചെറുതായിരിക്കും, ചെറിയ രൂപമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ആ ഒരു ഫ്രെയിം റിമൂവ് ചെയ്ത് മാറ്റിയതിൻ്റെ ശേഷം ആ ഒരു ബോർഡ് ഇരിക്കുന്ന ആ ഒരു ഫ്രെയിമും നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുള്ളത് LCD പാനലും പിന്നെ അതിൻ്റെ ഒരു ബോഡിയും പിന്നെ LEDയും അടങ്ങുന്ന ഒരു യൂണിറ്റാണ്. ഇതിനാണ് മൊഡ്യൂൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനിയാണ് നമ്മൾ അടുത്ത വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഡിസ്പ്ലേ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഡിസ്പ്ലേ ഇനോലെക്സിൻ്റെ 23 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കൂടെ കാണാം അതിനകത്ത് സ്ക്രൂ കാര്യങ്ങളൊന്നുമില്ല, ഈ ഒരു സ്കെയിലർ ബോഡിയായിട്ട് സ്ക്രൂ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനകത്തുള്ള FFC കേബിൾ ഒന്ന് വളരെ കെയർഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് മാറ്റി. അതിനുശേഷം ആ സ്കെയിലർ ബോർഡിനെ കവർ ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്കർ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതും നമ്മൾ വേറെ ഡാമേജ് ഒന്നും ഇല്ലാതെ, അതായത് സ്കെയിലർ ബോർഡിന് ഡാമേജ് പറ്റാതെ വളരെ കെയർഫുള്ളായിട്ട് തന്നെ റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട്.
അപ്പോൾ ഇതൊരു പ്രൊട്ടക്ഷന് വേണ്ടി കൊടുത്തായിരിക്കാം, എന്തും തട്ടാതിരിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വന്നിരിക്കാതിരിക്കാനോ പൊടിയൊക്കെ കയറാതിരിക്കാൻ വേണ്ടി കൊടുത്തായിരിക്കണം. അപ്പോൾ നമ്മളത് വളരെ കെയർഫുള്ളായിട്ട് മാറ്റുന്നുണ്ട്. സാധാരണ LED TV അത് ഫ്രെയിമിലാണ് ലോക്ക് ചെയ്ത് വെക്കാറ്. പക്ഷേ ഇവിടെ ഫ്രെയിം നമ്മൾ റിമൂവ് ചെയ്തപ്പോൾ അകത്തൊരു അലുമിനിയത്തിൻ്റെ ഒരു ഫ്രെയിം കൂടെ ഉണ്ട്. അപ്പോൾ അത് വളരെ തിക്കായിട്ട്, അത് വളരെ അറ്റാച്ച്ഡ് ആയിട്ടാണ് അതിനകത്തുള്ളത്. അപ്പോൾ ആ ലോക്കുകൾ വളരെ കെയർഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് ഡിസ്പ്ലേ പുറത്തെടുക്കുക എന്നുള്ളത് കുറച്ചധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു വർക്കാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 23 ഇഞ്ചാണ്. 24 ഇഞ്ചിൻ്റെ വരുന്നുണ്ട്, അതുപോലെ 32 ഇഞ്ചിൻ്റെ എഡ്ജ് LED TVകളുണ്ട്, 55 വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള കുറച്ച് പഴയ മോഡൽ TVകളിലൊക്കെ ഈ ഒരു അലുമിനിയത്തിൻ്റെ കവർ കൊണ്ട് ആ ഒരു ഡിസ്പ്ലേ ലോക്കാക്കിയതിന് ശേഷമാണ് ഈ ഫ്രെയിം കൂടെ വരുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്ന TVകളിലൊക്കെ എഡ്ജ് LED ആണെങ്കിൽ LED എഡ്ജ് ആണെങ്കിൽ കൂടെ ആ ഡിസ്പ്ലേ പ്ലേസ് ചെയ്തിരിക്കുന്ന ഫ്രെയിമിലായിരിക്കും, ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ടൈപ്പായിരിക്കും. അതിപ്പോഴത്തെ ഫ്രെയിംലെസ് TVകളൊക്കെ നിങ്ങൾക്ക് കാണാൻ അതിന് ഫ്രെയിം ഉണ്ടായിരിക്കില്ല, പകരം ഡിസ്പ്ലേ അറ്റാച്ച് അങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ടൈപ്പായിരിക്കും. നമ്മൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേ മാറുന്നതൊക്കെ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം, ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആ ഒരു ഫ്രെയിം ചെറിയ ഷാർപ്പായിട്ടുള്ള മെറ്റൽസിനെ ഉപയോഗിച്ചിട്ട് ആ ലോക്കുകൾ തന്നെ മെല്ലെ തിക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തിക്കിയെടുക്കുന്ന സമയത്ത് ആ ഡിസ്പ്ലേയിൽ തട്ടാതെയോ അല്ലെങ്കിൽ അതിന് കോഫിനൊന്നും ഡാമേജ് പറ്റാത്ത രീതിയിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് റിമൂവ് ചെയ്ത് മാറ്റാൻ. അപ്പോൾ റിമൂവ് ചെയ്ത് മാറ്റിയ സമയത്ത് നമുക്ക് ഡിസ്പ്ലേ ഇവിടെ കാണാം. അപ്പോൾ ഡിസ്പ്ലേ നമ്മൾ ചെറിയൊരു തിൻ ഫിലിം എടുത്തിട്ട് അതിന് അകത്ത് ഗ്ലൂ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം, ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ ആ ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ഇതിന് നേരത്തെ ആ ഒരു സ്കെലർ ബോർഡ് 3 സ്ക്രൂ വെച്ചിട്ട് ബോഡിയിൽ അറ്റാച്ച്ഡ് ആയിരുന്നു, അതൊക്കെ നമ്മൾ നേരത്തെ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഡിഫ്യൂഷർ ഷീറ്റ്. അത് സാധാരണ എല്ലാ LED TVക്കും വരും. ആ ഒരു ലൈറ്റിനെ യൂണിഫോമായിട്ട് എല്ലാ ഭാഗത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷീറ്റുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷീറ്റ് ആ ഒരു വെള്ള ഫ്രെയിമിനകത്ത്, അതായത് പാനലിൽ വെക്കുന്ന ഡിസ്പ്ലേ വെക്കുന്ന ആ ഒരു ഫ്രെയിമിനകത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഒട്ടിക്കുന്ന ഗ്ലൂ എന്ന് ഇടയ്ക്ക് മാറ്റാതെ അതിൽ ലോക്ക് ബോഡിയിൽ നിന്ന് എടുത്ത് ആ ഒരു ഷീറ്റ് അങ്ങനെ നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് അതിനെ സ്റ്റിക്കർ ഇളക്കി ആ ഷീറ്റ് മാത്രം സെപ്പറേറ്റ് ചെയ്ത് എടുക്കണ്ട. ഈ ഒരു ഫ്രെയിമോട് കൂടെ ഒരു പാനൽ വെക്കുന്ന ബീഡിങ്ങോട് കൂടെ നമുക്കത് എടുത്ത് മാറ്റാം. അപ്പോൾ വെക്കുമ്പോഴും തിരിച്ച് ഇതേപോലെ തന്നെ വെക്കാം, നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വെക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ചെറിയൊരു മെറ്റലിൻ്റെ ഒരു ഷാർപ്പായിട്ടുള്ളൊരു എഡ്ജ് ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളതൊക്കെ ആ ലോക്കൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ LED. ഇത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നതാണ് ഇതിൻ്റെ LED. അപ്പോൾ ഈ LED ഈ ഒരു ഗ്ലാസ്സിലോട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ട് മേലോട്ട് വരും. അത് ഡിസ്പ്ലേ താഴത്തോട്ട് ഫുള്ളായിട്ട് യൂണിഫോമായിട്ട് വരുമ്പോഴാണ് നമുക്ക് പിക്ചർ കാണാൻ പറ്റുന്നത്. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ അക്രലിക് ഷീറ്റാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റാണ്. അപ്പോൾ ഇതിനകത്ത് എഡ്ജിലോട്ട് ലൈറ്റ് അടിക്കുന്ന സമയത്ത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് മേലോട്ട്, അതായത് ഡിസ്പ്ലേയുടെ ബാക്കിലോട്ട് യൂണിഫോമായിട്ട് എത്തുമ്പോഴാണ് നമുക്ക് പിക്ചർ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു അക്രലിക് ഷീറ്റ് നമ്മൾ ഫിംഗർ പ്രിൻ്റൊന്നും വരാതെ വളരെ കെയർഫുള്ളായിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ LED ആ ബോർഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഇവിടെ നമ്മൾ ആ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന വീഡിയോ എടുത്തതാണ്, പക്ഷേ അത് മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് ഇതിനകത്ത് കൊടുക്കാത്തത്. നമ്മൾ ആ ജസ്റ്റ് IP വെച്ചിട്ട് ആ സൈഡിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒരു കുറച്ച് അതിനകത്ത് ആക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് നൈഫ് കൊണ്ട് ഇങ്ങനെ വരഞ്ഞെടുക്കുമ്പോൾ അത് ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ആയി പോരും. അപ്പോൾ ഇവിടെ നമ്മൾ LED പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ ഏത് LED ഒക്കെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് പകുതി നമുക്ക് പിക്ചർ കാണാൻ പറ്റുന്നത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ എൻഡിൽ, അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ചെക്കർ വെച്ച് LED ചെക്കർ വയ്ക്കുമ്പോൾ നമുക്ക് കാണാം പകുതി പോർഷൻ മാത്രമേ LED വർക്കിംഗ് ആകുന്നുള്ളൂ, അതായത് ഫുൾ LED വർക്കിംഗ് അല്ല. അപ്പോൾ താഴെ വന്നിരിക്കുന്ന ആ ഒരു പോർഷനിൽ LED ലൈറ്റ് കത്താത്തതുകൊണ്ടാണ് അവിടെ ബ്ലാക്ക് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു LED സ്ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടാണ് മാറുന്നത്. ഒരിക്കലും നമുക്ക് ആ പോയ LED ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അധികം ലൈഫ് കിട്ടില്ല, കാരണം ഓരോ LEDകളും പോകാനായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഓരോന്ന് മാറുന്ന സമയത്ത് വീണ്ടും വീണ്ടും അത് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് ആ ഒരു സ്ട്രിപ്പായിട്ട് ഫുള്ള് റീപ്ലേസ് ചെയ്യുന്നതാണ്. ഇതാണ് നമ്മൾ മാറാൻ പോകുന്നത് അതിൻ്റെ പുതിയ സ്ട്രിപ്പ്. നേരത്തെ ഉണ്ടായിരുന്ന സ്ട്രിപ്പ് LED എണ്ണമൊക്കെ കറക്റ്റാണ്, 18 LED ആണ് ഒരു ഒരു സ്ട്രിപ്പിനകത്ത് വരുന്നത്. അപ്പോൾ അതേ സെയിം LED തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് സ്റ്റിക്കർ ഉണ്ട്, നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്ന ഡബിൾ സൈഡ് സ്റ്റിക്കർ അതിനകത്ത് ആൾറെഡി വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന LED ആ ഒരു ഗമ്മൊക്കെ നമ്മൾ ജസ്റ്റ് നൈഫ് വെച്ചിട്ടൊന്ന് അതിനകത്ത് റിമൂവ് ചെയ്ത് സ്ക്രാച്ച് ചെയ്ത് മാറ്റുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ പുതിയ LED അതിനകത്ത് ഒട്ടിച്ച് കൊടുക്കാൻ പോകണം. അപ്പോൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് കറക്റ്റ് ചെരിയാതെ കറക്റ്റ് ഒരേ ലെവലിൽ തന്നെ ഒട്ടിക്കണം. അതങ്ങനെ അതിനകത്ത് ലോക്കുകളുണ്ട്, അപ്പോൾ നമുക്ക് ഒരിക്കലും മാറില്ല, കറക്റ്റ് അതേ പൊസിഷനിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇരിക്കും. അപ്പോൾ നമ്മൾ ആ ബാക്കിലുള്ള ഡബിൾ സൈഡിൻ്റെ സ്റ്റിക്കർ, പുറമേയുള്ള സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ട് ഇതേപോലെ ആ ഒരു LED അതിൻ്റെ ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് അറ്റാച്ച് ചെയ്തതിന് ശേഷം ജസ്റ്റ് ആ ട്യൂസർ ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് ആ അടിവശത്ത് കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കറക്റ്റായിട്ട് ഒരേ ലെവലിൽ ഇരിക്കാൻ വേണ്ടി. അതിന് ശേഷം നമ്മൾ ആ ഒരു അക്രലിക് ഷീറ്റ് കൂടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് അത് ക്ലീൻ ചെയ്തിട്ടാണ് വെക്കുന്നത്, കാരണം ഈ ഒരു ഷീറ്റിന് പുറമെ പൊടികളുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് പിക്ചറിൽ കാണാൻ പറ്റും. അപ്പോൾ അത് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ ഇവിടെ ഓരോ ഷീറ്റുകളും അതിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു നേരത്തെ ആ ഫ്രെയിമോട് കൂടെയാണ് അതിൻ്റെ മേലെ ഉണ്ടായിരുന്ന ഒരു റിഫ്ലക്റ്റർ ഷീറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതേപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ നീറ്റായിട്ട് തന്നെ അത് ആ ലോക്കിൽ വീണിട്ടുണ്ട് എല്ലാം.
നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു ഡിസ്പ്ലേ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡിസ്പ്ലേ ഊരിയെടുക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അത്രയധികം ശ്രദ്ധ തന്നെ ഡിസ്പ്ലേ തിരിച്ച് നമ്മൾ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ശ്രദ്ധ കൊടുക്കണം. സാധാരണ LED TVയുടെ ഡിസ്പ്ലേ മാറുമ്പോഴും ഇതേ കാര്യം പറയാറുണ്ട്. അതായത് ആ ഒരു ഫ്രെയിമിൻ്റെ അല്ലെങ്കിൽ ആ ബീഡിങ് ഡിസ്പ്ലേ ഇരിക്കുന്ന ഒരു ബീഡിങ്ങിൻ്റെ പുറത്തോട്ടോ അല്ലെങ്കിൽ അതിന് മേലോട്ടൊക്കെ ഡിസ്പ്ലേ കയറി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോക്ക് അല്ലെങ്കിൽ ഫ്രെയിം വെച്ച് അമർത്തുന്ന സമയത്ത് ഡിസ്പ്ലേ ക്രാക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഡിസ്പ്ലേ ഇതുപോലെ തിരിച്ച് ഫിറ്റ് ചെയ്യുന്നതും അതുപോലെ ഊരിയെടുക്കുന്നതൊക്കെ. ഡിസ്പ്ലേ വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ സ്കെയിലർ ബോർഡ് ആ ബോഡിയിൽ താഴത്ത് വശമായിട്ട് ഒരു സ്ക്രൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിടിപ്പിക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ആ സ്കെയിലർ ബോർഡ് ഇങ്ങനെ അവിടെ ഫിറ്റ് ചെയ്യാതെ കറക്റ്റ് ഇങ്ങനെ ഇളകി കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒരു സ്ക്രൂ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു അലുമിനിയത്തിൻ്റെ ഫ്രെയിം വെച്ചിട്ട് ഡിസ്പ്ലേ അതിനകത്ത് കറക്റ്റ് ലോക്കാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ മേലോട്ടൊന്നും കയറിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഒരുപോലെ അത് ഈ എല്ലാ കോർണർ സൈഡിലും ഒരുപോലെ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് ലോക്ക് ചെയ്യാൻ. ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഈ ഡിസ്പ്ലേ റിമൂവ് ചെയ്യുന്നതും അത് തിരിച്ച് അതുപോലെ ഫിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കി ചെയ്യാനുള്ളതൊക്കെ അതിൻ്റെ പുറത്തു നിന്നാണ്. അതായത് LED കേബിൾ കണക്ട് ചെയ്യുന്ന മദർ ബോർഡ് കണക്ട് ചെയ്യുക പുറത്തു നിന്നാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ആ ഒരു സ്കെയിലർ ബോർഡിൻ്റെ ആ ഒരു ബാക്കിയുള്ള സ്ക്രൂകളോടെ ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്റ്റിക്കർ കൂടെ അതിൻ്റെ സ്കെയിലർ ബോർഡിന് കവർ ചെയ്യുന്ന തരത്തിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വേറെ ഡാമേജ് ഒന്നും വരുത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സെയിം അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോണിയുടെ ഒട്ടുമിക്ക TVകളിലും അഡാപ്റ്റർ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് 19 വോൾട്ടിൻ്റെ DC അഡാപ്റ്റർ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് ഒറ്റ ബോർഡായിട്ട് കാണുന്നത്. അതായത് സിംഗിൾ ബോർഡാണ്, മദർ ബോർഡ് മാത്രമേ ഉള്ളൂ. പവർ സപ്ലൈ നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മദർ ബോർഡിനകത്താണ് ഇതിൻ്റെ LED വർക്ക് ചെയ്യാനുള്ളതും അതുപോലെ TV വർക്ക് ചെയ്യാനുള്ള എല്ലാ സപ്ലൈകളും ഈ ഒരു ബോർഡിൽ നിന്നാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു മദർ ബോർഡ് ഈ ഒരു ബോഡിയിൽ തന്നെ ഇതുപോലെ മേലെയും താഴെയായിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിം കൂടെ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് താഴത്തോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ട് മേലെ ലോക്ക് ചെയ്യുന്ന ടൈപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് ഉണ്ടായിരുന്ന ഡസ്റ്റുകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ആ കേബിൾസ് അതായത് ആ സ്ട്രിപ്പുകളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നേരത്തെ ഒട്ടിച്ച് വെച്ചിരുന്ന ടേപ്പുകളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം നമ്മൾ വേറെ ടൈപ്പാണ് ഒട്ടിക്കുന്നത്. നേരത്തെ നമ്മൾ റിമൂവ് ചെയ്ത് വെച്ച ആ ഒരു IR സെൻസറിൻ്റെ ആ ഒരു കേബിളൂടെ കണക്ട് ചെയ്തതിന് ശേഷം താഴെ അത് സ്ക്രൂ ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ കണക്ഷനും നീറ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയോണ്ടാണ് ഇവിടെ ഒട്ടിച്ച് കൊടുക്കേണ്ടി വരുന്നത്. ചില TVകളിൽ നമുക്കിതൊന്നും അഴിക്കേണ്ടി വരാറില്ല. പക്ഷേ ഇവിടെ നമ്മളൊന്നുകൂടെയൊക്കെ വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കംപ്ലീറ്റ് അഴിച്ച് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നമ്മൾ സ്പീക്കറൂടെ കണക്ട് ചെയ്തിട്ട് എല്ലാ വയറുകളും ഒന്നുകൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ബോഡിയായിട്ട് ഇളകാത്ത രീതിയിൽ അത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിലർക്കുള്ളൊരു ഡൗട്ടാണ് ഈ ഒരു TV ഇപ്പോൾ നമ്മൾ LED മാറിയാലും വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്, ഇത്രയും വർഷമായതല്ലേ എന്നൊക്കെ ഒരു ചോദ്യം എല്ലാവരും മനസ്സിലുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു TV വെച്ചാൽ ആൾറെഡി പറഞ്ഞ് 8 വർഷമായിട്ടുണ്ട്. അപ്പോൾ 8 വർഷമായിട്ട് ആദ്യത്തെ കംപ്ലയിൻ്റ് ആണത്. LED പോകുന്നത് നോർമലി ഒരു TVക്ക് വരുന്നൊരു കംപ്ലയിൻ്റ് ആണത്. അതതിൻ്റെ ഇത്ര ഹവേഴ്സ് കഴിഞ്ഞിട്ട് ആ LEDകൾ പോകുന്നത് കോമൺ ആണ്, അല്ലെങ്കിൽ അതൊരു നോർമൽ ഇഷ്യൂ ആണത്. അപ്പോൾ അത് നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം എന്തായാലും നമുക്ക് സോൾവ് ആകും. കുറച്ചധികം നാളെ എന്തായാലും നമുക്കൊരു മിനിമം ഒരു 4 വർഷമെങ്കിലും മിനിമം ഇത് ഉപയോഗിക്കാം. ഡിസ്പ്ലേ നല്ലതാണെങ്കിൽ ഇത്തരത്തിൽ കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ നന്നാക്കി ഉപയോഗിക്കുക തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നെക്സ്റ്റ് നമ്മൾ ആ TV നമ്മൾ അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യാണ് പിക്ചർ കറക്റ്റ് ആണോ എന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൂടെ കാണാം സോണി എന്നുള്ള ലോഗോ ഒക്കെ വന്നിട്ടുണ്ട്, ബൂട്ടിംഗ് ആയി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൂടെ കാണാം ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. ആ ഒരു താഴെ അത് പകുതിയിൽ നിന്ന് താഴത്തോട്ടുള്ള ആ ഒരു ഡാർക്ക് കളറൊക്കെ പോയി കറക്റ്റ് ഒരേപോലുള്ള പിക്ചർ വന്നിട്ടുണ്ട്. ലൈറ്റ് എല്ലായിടത്തേക്കും ഒരുപോലെ എത്തുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ആ ഒരു ബാക്കറോടൊക്കെ ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് അതുപോലെ തന്നെ അത് സ്ക്രൂ ചെയ്ത് ബാക്കറോടെ അതിനകത്ത് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർക്കിൽ നമ്മൾ ഏകദേശം ഒരു 1500 രൂപ അല്ലെങ്കിൽ 1700 രൂപയൊക്കെയാണ് ഇതിന് നോർമൽ LED റീപ്ലേസ് ചെയ്യാൻ സർവീസ് ചാർജ് ഉൾപ്പെടെ വരാറുള്ളത്. ചില ആളുകൾ ചെയ്യുമ്പോൾ കുറച്ചധികം വാങ്ങിക്കുമായിരിക്കും. അപ്പോൾ എങ്ങനെയായാലും ഒരു 2000 രൂപ താഴെയാണ് നമുക്ക് മാക്സിമം ഇത് LED റീപ്ലേസ് ചെയ്യാൻ വരുന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള TVകളൊക്കെ ഉണ്ടെങ്കിൽ ഈ LED മാത്രമാണ് ഇഷ്യൂ എങ്കിൽ അത് മാറി ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഈ എഡ്ജ് LED TVകളല്ലാതെ LED TVകൾ ഡയറക്റ്റ് LED സിസ്റ്റം വരുന്ന അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് അടിക്കുന്ന ആ ഒരു സിസ്റ്റം വരുന്ന TVകൾ ഇത്തരത്തിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ LED 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും അകത്ത് മേലെയും താഴെയായിട്ട്. അപ്പോൾ മേലത്തെ സെക്ഷനിൽ LEDകൾ ഏതെങ്കിലും പോകുമ്പോൾ ആ ഒരു മൊത്തം ഒരു സീരീസ് വർക്ക് ചെയ്യാതെ വരുമ്പോൾ ഇത്തരത്തിൽ താഴെ ബ്ലാക്ക് ഷെയ്ഡ് മേലെ പിക്ചർ കാണുന്ന രീതിയിലും കാണിക്കാം. അതുപോലെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് അതല്ലെങ്കിൽ പകുതിയിൽ നിന്ന് വലത്തോട്ടും അങ്ങനെയും കാണാത്ത രീതിയിലും വരാറുണ്ട്. അതും ഈ LED ഒരു സൈഡിലുള്ള പാർഷ്യലായിട്ട് പോകുമ്പോഴും അതുപോലെ സിംറ്റം കാണിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള LED ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അത് മാത്രം മാറിക്കൊണ്ട് നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും. വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ TVയുടെ ബാക്ക് സൈഡും അതുപോലെ ആ ഡിസ്പ്ലേ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം ഇത് ആൾറെഡി പറഞ്ഞ 8 വർഷമായിട്ടുണ്ട്. ഇതിനകത്ത് വേറെ ബാക്കിൽ നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വളരെ നന്നായിട്ട് തന്നെയാണ് അത് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. അപ്പോൾ TV ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് അതായത് ഇപ്പോൾ ഈ നമ്മൾ വെച്ചിരിക്കുന്ന ഈ കിടത്തി വെച്ചിരിക്കുന്ന പോലെയല്ല നമ്മൾ TV ഇങ്ങനെ വാൾ മൗണ്ടൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ സ്പ്രേ ചെയ്യരുത്. അപ്പോൾ എന്തെങ്കിലും ടവലിലോട്ടോ അല്ലെങ്കിൽ മൈക്രോ ഫൈബർ ക്ലോത്തിലോട്ടൊക്കെ ആക്കിയതിന് ശേഷം ജസ്റ്റ് വൈപ്പ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. ഒരിക്കലും ഡയറക്റ്റ് സ്പ്രേ ചെയ്യരുത്.
അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഡിസ്പ്ലേയുടെ കണക്ടേഴ്സ്, അതായത് കോഫിനകത്തോട്ടൊക്കെ വെള്ളം കയറി കൊറോഷൻ വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഡാമേജ് ആയി പോകും. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിവിടെ കാണാം ഈ ഒരു LED മാത്രം മാറിക്കൊണ്ട് ഈ ഒരു പ്രശ്നം നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്പർ ലാസ്റ്റും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു മോഡലിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പിക്ചർ നല്ല എൻഹാൻസ് ചെയ്ത് കാണുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.